എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാരുടെ മെയ് 2026. Vortex energy, 9 of wands, page of swords, okay, 7 of wands, 2 of swords and 9 of cups energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സംഘർഷങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കൂടുതലായിട്ടും, അതായത് ആരോഗ്യപരമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി നല്ലൊരു സമയം തന്നെയാണ് എങ്കിൽ കൂടിയും മാനസികമായിട്ട് ചില സംഘർഷങ്ങൾ, തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാമെങ്കിലും ഈ ഒരു മാസം അവസാനിക്കുന്ന വലിയൊരു സന്തോഷ വാർത്തയോടുകൂടി ആഗ്രഹ സബലീകരണത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വോർട്ടെക്സ് ആൻഡ് 2 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം, നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്കിഷ്ടമല്ലെങ്കിൽ കൂടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തിയോട് കൂടിയിട്ടായിരിക്കില്ല അത് ചെയ്യുന്നുണ്ടാവാം. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നല്ല നേട്ടം ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ. അപ്പോൾ വേറൊരു ജോലി കിട്ടാൻ, ഇപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾ കിട്ടിയത് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കാം. അതിന് മുമ്പത്തെ കാര്യങ്ങൾ, ഈ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇത് കളഞ്ഞിട്ട് പോയാൽ ഇനിയും ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആ ഒരു പവർ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യമില്ല, ഒരു അതോറിറ്റി ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം മനസ്സിൽ അസ്വാസ്ഥ്യങ്ങളുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകൾ. പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിലല്ല ഒന്നും. നമ്മൾ പറയുന്നത് ഇതൊന്നും എൻ്റെ കയ്യിലല്ല, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ശരിയായാൽ മതി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഫീലൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. പക്ഷെ ആ തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷൻ മെയിനായിട്ട് ജോലി സംബന്ധമായിട്ടുള്ളൊരു എനർജിയിലും ബന്ധങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ വിവാഹിതരായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നവരുമാവാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധം അത് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരിക എന്ന് നമ്മൾ പറയില്ല, അതുപോലെ ഈ ഒരു ബന്ധം തുടരണോ വേണ്ടയോ. കാരണം എപ്പോഴും വഴക്ക് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാമെന്ന് മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതായത് നമ്മൾ മനസ്സ് പറയും ഇത് വേണ്ട, പക്ഷെ ബ്രെയിൻ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, ഇപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചാൽ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി, സാമ്പത്തികം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എടുത്തിട്ടുള്ള അസറ്റ്സ്, വീടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം. ചിലപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക് ഫ്രീ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് നടക്കാത്തൊരു സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളും നിങ്ങൾ ആദ്യം തന്നെ നെഗറ്റീവ് എനർജി മനസ്സിൽ നിന്ന് മാറ്റുക. കാരണം നിങ്ങൾക്ക് പവർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പവർ ഇല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാണ് ആദ്യം വേണ്ടത്. കാരണം ഒട്ടും തന്നെ പവർ ഇല്ലാത്തൊരു സിറ്റുവേഷനൊന്നും അല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ വേണ്ടുന്നത്ര ഈ തീരുമാനം എടുക്കാനുള്ളൊരു പവർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഒത്തിരി ആലോചിക്കേണ്ടി വരുന്നുണ്ടാവാം. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആദ്യം വേണ്ടുന്നൊരു കാര്യം പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ മൈൻഡിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുള്ളൊരു വിശ്വാസം, നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് എന്താണ് പറയുന്നത് അതുപോലെയാണ് സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ബ്ലോക്കാണ്, അത് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്കൊരു ക്ലൂ ഉണ്ട് ശരിക്കും നിങ്ങളുടെ മുമ്പിൽ, ഇതാണ് എന്നുള്ള വഴികാട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്, ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ദൈവിക ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മീയത, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് കൂടുതൽ, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ആ ഒരു ക്ലൂ നിങ്ങൾക്ക് കാണും. ആ ക്ലൂ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ എളുപ്പമായിരിക്കും. ഒരു ഫ്രഷ് ആംഗിളിലൂടെ ജീവിതത്തെ കാണാനും തീരുമാനമെടുക്കാനും പറ്റുന്നു. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ബ്രേക്ക് ത്രൂ. അത് നിങ്ങളെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള എനർജി അതുമായിട്ട് ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അപ്പോൾ
അതേപോലെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് വേണോ വേണ്ടയോ അങ്ങനെയുള്ളൊരു കട്ട് ആൻഡ് റൈറ്റ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഈ ഒരു മാസം. അതേപോലെ 9 ഓഫ് ഫോൺസ് എനർജി ആൻഡ് 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ കാരണം ഇപ്പോൾ എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളെപ്പോഴും നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഫീലാണ്. അപ്പോൾ അതായത് എല്ലാവരും നിങ്ങൾക്ക് എതിരാണെന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ ബന്ധങ്ങൾ അതായത് ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹോൾഡിങ് ഓൺ ടു ടൈറ്റ്. അപ്പോൾ ചിലത് എല്ലാം അങ്ങനെ ടൈറ്റായിട്ട് പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ വിജിലൻ്റ് ആകുന്ന സിറ്റുവേഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഹോസ്റ്റലിലൊക്കെ നിന്ന് അല്ലെങ്കിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികളിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ബുള്ളിങ് സിറ്റുവേഷൻസൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള മടി, പാരൻസിനോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ ആവാം. തുറന്ന് പറയാതിരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ പാരൻസ് ആണെങ്കിൽ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക. അതിന് വലിയതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി ചില ആളുകൾ 10-24 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള സംസാരങ്ങളുടെ ഒന്നും ആവശ്യം, ഒരു അഡൽട്ടായല്ലോ. അപ്പോൾ എല്ലാം സ്വയം എത്ര വലിയ ആളുകളായാലും ഇങ്ങോട്ടേക്കും സംസാരിക്കുക. നിങ്ങൾക്ക് അടുപ്പമുള്ളവർ അച്ഛനമ്മമാരോടാണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. പ്രായമായിട്ടുള്ളവരാണെങ്കിൽ കൂടി അവരോട് സംസാരിക്കുക. അവർക്ക് എന്താണ്, എല്ലാവർക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആവശ്യമാണ്. ചിലർക്ക് കുറച്ച് മതി, ചിലർക്ക് ഒത്തിരി വേണം, സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 9 ഓഫ് ഫോൺസ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം അവസാനിക്കുന്നതിലൂടെ പറയുകയാണെങ്കിൽ ഒത്തിരി നിങ്ങൾ പ്രതികരിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ജോലി, നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഈ ജോലി വിടണം, അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം നിർത്തണം എന്നൊക്കെ ചിന്തയായിരിക്കും. പല കാരണങ്ങളുണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഫൈനലി നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുകയാണ്. ചിലപ്പോൾ പുതിയ ജോലി കിട്ടുന്നുണ്ടാവും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ജോലി, പ്രൈവറ്റിലാണെങ്കിൽ ഹയർ പൊസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് പോകുന്ന സിറ്റുവേഷൻ, അപ്പോൾ അത് ലഭിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന ഒരു വളരെ ഒത്തിരി സാധ്യതകളുള്ളൊരു സമയത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അത് ഒത്തിരി സമ്മാനങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. സൗഹൃദങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സൗഹൃദങ്ങൾ, ആ സൗഹൃദത്തിലൂടെ പുതിയ ഗിഫ്റ്റ്സ് ലഭിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നു. ലൈഫിൻ്റെ പേർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, എൻകറേജ്മെൻറ്റ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ സമയം ചിലവഴിക്കുക, സോഷ്യലൈസ് ചെയ്യാം. നന്നായിട്ട് പോസിറ്റീവ് മെൻറ്റാലിറ്റിയുള്ള, നന്നായിട്ട് നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല ചുറ്റിനുമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. അതായത് ജീവിതം ഇനിയും ജീവിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചില ആളുകൾ ചിന്തിക്കും ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ പ്രായമായോ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നോ, അല്ലെങ്കിൽ ബിസിനസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതോ, അങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ മനസ്സിലുണ്ടാവാം. അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് പറ്റുമെന്നുള്ള രീതിയിലൊരു സപ്പോർട്ട് ചെയ്യുന്നൊരു എന്തുള്ളൂ, ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് സോട്ട്സ് ആൻഡ് 2 ഓഫ് സോട്ട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് സംസാരിക്കാം. ഏതെങ്കിലും വ്യക്തികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഗോസിപ്പായിരിക്കും, എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളായിരിക്കാം, ഉള്ള കാര്യമായിരിക്കും, പക്ഷെ പറയുന്ന രീതി അല്ലെങ്കിൽ കേൾക്കുന്ന ആളത് മറ്റൊരിടത്ത് പോയി പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരദൂഷണങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒത്തുകൂടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലൊക്കെ, പ്രത്യേകിച്ച് ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഓഫീസിലൊക്കെ പോരുന്ന ഇങ്ങോട്ടേക്കുള്ള കുറ്റങ്ങളോ കാര്യങ്ങളോ പറയാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ പറയാത്ത കാര്യങ്ങൾ കൂടി മറ്റുള്ളവർ വേറെ ആളുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നത് ആലോചിച്ച് തീരുമാനം എടുക്കുക.
കൂടെയുള്ള ഫ്രണ്ട്സ്, ചിലപ്പോൾ പലരും ഫ്രണ്ട്സ് അത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും അത് തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാലോചിച്ച് തീരുമാനത്തിലേക്ക് പോവുക, മറ്റുള്ളവരുടെ പുറകെ പോവല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.